വയലാർ രാമവർമ്മ ആദ്യമായി ചലച്ചിത്ര ഗാനരചന നിർവഹിക്കുന്നത് കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു. കെ രാഘവൻ മാസ്റ്ററായിരുന്നു സംഗീത സംവിധായകൻ. തുമ്പി തുമ്പി വാവ എന്നതായിരുന്നു ആദ്യ ഗാനം. എന്നാൽ പിന്നീട് വയലാർ രാഘവൻ മാസ്റ്റർ ടീം അങ്ങനെ അധികം ചിത്രങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ല. എങ്കിലും ഒരുമിച്ചപ്പോഴൊക്കെ മനോഹര ഗാനങ്ങളാണ് അവരിൽ നിന്നും ലഭിച്ചത്. 1968 പുറത്തിറങ്ങിയ കൊടുങ്ങല്ലൂരം എന്ന ചിത്രത്തിൽ വയലാർ രാഘവൻ മാസ്റ്റർ ടീമിൻ്റെ മനോഹര ഗാനങ്ങളുണ്ടായിരുന്നു. മഞ്ജുഭാഷിണി, കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്ങല്ലൂരമ്മേ, ഭദ്രദീപം കരിന്തിരി കത്തി തുടങ്ങിയ സുന്ദര ഗാനങ്ങൾ. ഇതിൽ ജാനകിയമ്മയുടെ ഭാവാത്മകമായ ഭദ്രദീപം കരിന്തിരി കത്തി, ഭഗ്നഭവനമിതിൽ ഇരുളിഴഞ്ഞെത്തി അർദ്ധനാരീശ്വര തിരുമിഴി തുറക്കൂ 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 തുറക്കൂ, അർദ്ധനാരീശ്വര തിരുമിഴി തുറക്കൂ, നിത്യവിരഹിണിയെ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ, ഭദ്രദീപം കരിന്തിരി കത്തി. തൊഴുവാൻ തിരുമുൾക്കാഴ്ചകളില്ല, തിരുമുൾക്കാഴ്ചകളില്ല. ഈ മിഴിനീരിൽ നനഞ്ഞു കുതിർന്നൊരു കൂവളത്തിലയുമായി നിൽപ്പൂ ഞാൻ. ഭദ്രദീപം കരിന്തിരി കത്തി. ത്രിഭുവനമാകെ തപസ്സു കൊണ്ടുണർത്താൻ ഹിമഗിരി നന്ദിനിയല്ല ഞാനൊരു ഹിമഗിരി നന്ദിനിയല്ല. കാലത്തിൻ കാവേരി ഒഴുക്കിൽ തുഴയുമൊരാലംബഹീനയാം കണ്ണകി ഞാൻ. ഭദ്രദീപം കരിന്തിരി കത്തി, ഭഗ്നഭവനമിതിൽ ഇരുളിഴഞ്ഞെത്തി അർദ്ധനാരീശ്വര തിരുമിഴി തുറക്കൂ, നിത്യവിരഹിണിയെ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ, ഭദ്രദീപം കരിന്തിരി കത്തി. 1965 ശ്രീധരൻ്റെ സംവിധാനത്തിൽ പുറത്തുവന്ന തമിഴ് ചിത്രമാണ് വെണ്ണിറ ആടൈ. ശ്രീധർ എന്ന സംവിധായകൻ ആ കാലത്ത് തന്നെ പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നതിൽ താല്പര്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളും തമിഴ് സിനിമാ രംഗത്ത് വളരെ പ്രശസ്തരായവരാണ്. ഈ സിനിമയിൽ തന്നെ വെണ്ണിറ ആടൈ എന്ന ഈ ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച 4 പുതുമുഖങ്ങൾ ശ്രീകാന്ത്, ജയലളിത,
മൂർത്തി, ഉഷാകുമാരി. വെണ്ണിറാടെ നിർമ്മല എന്നാണ് നമ്മുടെ ഉഷാകുമാരിയെ പിന്നീട് തമിഴ് രംഗത്ത് അറിയപ്പെടാൻ തുടങ്ങിയത്. മൂർത്തി വെണ്ണിറാടെ മൂർത്തിയായി മാറി, പ്രശസ്ത ഹാസ്യതാരമായി. ശ്രീകാന്ത്, ജയലളിത, വെണ്ണിറാടെ മൂർത്തി, വെണ്ണിറാടെ നിർമ്മല, ഇങ്ങനെ 4 പേരെയാണ് ഈ സിനിമയിലൂടെ തമിഴ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നെങ്കിലും പ്രധാനമായും ഓർമ്മിക്കപ്പെടുന്നത് ജയലളിതയുടെ ആദ്യ ചിത്രം എന്ന നിലയ്ക്ക് തന്നെയാണ്. வார்த்தைகளோ சின்ன விழி பார்வையிலே